കൂട്ടക്കീഴടങ്ങലുമായി കമ്മ്യൂണിസ്റ്റ് ഭീകരർ. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ 200ഓളം കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങും. കഴിഞ്ഞ ദിവസം വടക്കൻ ബസ്തറിലെ അംജുമാദിൽ മാവോയിസ്റ്റ് മുക്ത മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2026 മാർച്ച് മാസം 31 എന്നത് നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കുള്ള ഡെഡ് ലൈനായി വരച്ചിട്ടിരിക്കുകയാണ്. അതിനു മുൻപ് തന്നെ നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരമുക്തമാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണല്ലോ. അതിനെ തുടർന്നാണോ ഈ കീഴടങ്ങലുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്? രെ സംബന്ധിച്ചിടത്തോളം അവരുടെ തകർച്ച ഏതാണ്ട് പൂർണ്ണമാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം 2026 മാർച്ച് 31 വരെ ഈ പോരാട്ടം വേണ്ടി വരില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഗഡ്ചിരോളിയിലും ബസ്തറിലും അതോടൊപ്പം തന്നെ മറ്റ് പല ഭാഗങ്ങളിലും കൂട്ടത്തോടെ കീഴടങ്ങുകയാണ് നിലവിലിപ്പോൾ മാവോയിസ്റ്റുകൾ. ഇന്ന് ബസ്തറിൽ 200 മാവോയിസ്റ്റുകൾ ഒരുമിച്ച് കീഴടങ്ങാൻ തയ്യാറെടുത്തു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ മുന്നിൽ ആയുധം വെച്ച് അവർ കീഴടങ്ങും. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ഗഡ്ചിരോളിയിൽ 60 പേരാണ് അവിടുത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വികസനമില്ലായ്മയായിരുന്നു ഈ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഈ മാവോയിസ്റ്റുകളെ വളർത്തിയിരുന്ന ഘടകം. പക്ഷേ ഈ ഛത്തീസ്ഗഡിൽ ബസ്തർ കേന്ദ്രീകരിച്ചൊരു ആക്ഷൻ പ്ലാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് നീങ്ങിയതോടെ അവിടുത്തെ ജനങ്ങൾ തന്നെ ഈ മാവോയിസത്തെ തള്ളിപ്പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2, സുരക്ഷാ സേനയുടെ ശക്തമായ ഇടപെടലുകൾ. പലതവണ ഇവർ ശ്രമിച്ചു നോക്കി എങ്ങനെയെങ്കിലും ഈ ഒരു മാസമെങ്കിലും വെടിനിർത്തൽ ഒന്ന് കിട്ടാൻ വേണ്ടി. പക്ഷേ അമിത്ഷായുടെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ശക്തമായ നിലപാട്, കീഴടങ്ങാനാണെങ്കിൽ ഈ വെടിനിർത്തലിന്റെ ആവശ്യമില്ല, വരുന്നു, കീഴടങ്ങുന്നു, സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിത്തരും. ഇതായിരുന്നു അദ്ദേഹം നൽകിയ നിർദ്ദേശം. ഇതാ ഇപ്പോൾ മാവോയിസ്റ്റുകൾ, ഈ രാജ്യത്തെ വിറപ്പിച്ചിരുന്നു എന്നൊരു കാലത്ത് കോൺഗ്രസ് സർക്കാരുകൾ പറഞ്ഞ മാവോയിസ്റ്റുകൾ പൂച്ചകളെ പോലെ കീഴടങ്ങുന്ന ദൃശ്യങ്ങൾ, കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2026 മാർച്ച് മാസം 31 എന്നത് ചുവപ്പ് ഭീകരത അവസാനിപ്പിക്കാനുള്ള ഡെഡ് ലൈനായി നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകളുടെ സജീവമായി നിൽക്കുന്ന ഭീകരന്മാർ ഇപ്പോൾ കൂട്ടത്തോടെ കീഴടങ്ങുന്നത്. ഇന്നിപ്പോൾ 200ഓളം ഭീകരരാണ് ഛത്തീസ്ഗഡിൽ കീഴടങ്ങാൻ പോകുന്നത്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.